ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് അലമീൻ ചേരുന്നുണ്ട്. അലമീനിലേക്ക് പോകാം അല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് നേരെ തൃപ്പൂണിത്തുറയിലേക്ക് പോയാൽ അലമീൻ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഉത്രാട ദിനാശംസകൾ. തിരുവനന്തപുരം നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണോ തൃപ്പൂണിത്തുറയിലെ ഉത്രാട പച്ചിൽ കാഴ്ചകൾ എന്തൊക്കെയാണോ? ശിശിര, ഈ അലമീൻ അത്തച്ചമയത്തിന്റെ അന്ന് തുടങ്ങിയതാണ്. അന്ന് മുതൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് പോയിട്ടില്ല എന്നൊരു സംശയം കൂടിയുണ്ട്. ശ്രുതി ഉൾപ്പെടെയുള്ളവരോടെ കൊണ്ട് തള്ളിയിട്ട് പോയതാണ്, പിന്നെ ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ എങ്ങനെയാ കിടക്കുന്നത്? തൃപ്പൂണിത്തുറയിൽ എന്താ വിശേഷം? എങ്ങനെയൊക്കെയാ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? തിരക്കായോ? തിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ രാത്രിയൊക്കെ നേരത്തെ സുനിഷ് സൂചിപ്പിച്ച പോലെ രാത്രി വൈകുവോളം നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ അതിന് കച്ചവടക്കാരൊക്കെ തിരക്കായി കഴിഞ്ഞു. അവരൊക്കെ രാവിലെ ഇട്ടാവട്ടങ്ങളും മറ്റ് പൂക്കളം ഒരുക്കുന്നതിനും സദ്യക്കുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി അവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ഇത് വാങ്ങാൻ ആളുകൾ എത്തുക എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇന്നലെ മുതൽ തന്നെ ആളുകളൊക്കെ ഇത്തരത്തിൽ അവസാനവട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ചേട്ടാ, എന്താ സാധനങ്ങളെല്ലാം റെഡിയാണോ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം തുടങ്ങിയുള്ളൂ. ഏകദേശം ഒന്ന് സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ നല്ലൊരു കാലാവസ്ഥ, നല്ല അന്തരീക്ഷം കൊണ്ട് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു തിരക്ക്? ഇന്നലെ നല്ല തിരക്കായിരുന്നു, വലിയ കുഴപ്പമുണ്ടായില്ല എന്നാ പറയാൻ പറ്റുള്ളൂ. ചേട്ടാ, രാവിലെ തിരക്ക് പിടിച്ച പണിയില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കും കൂടുതൽ കച്ചവട പ്രാവശ്യം ഉണ്ടാവും. ആൾക്കാർക്ക് മഴയില്ലാത്ത പറഞ്ഞ എല്ലാവരും വരും. മുടക്കം ശരിയായ കച്ചവടമൊക്കെ നടക്കും എന്ന് വിചാരിക്കുക. സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? ഏതാണ് സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ കിറ്റ് 50 രൂപ, തൊട്ട 200 രൂപ, കുരുത്തോല അതനുസരിച്ച് 10, 50, 30 രൂപയൊക്കെ കൊടുക്കും. അത്തരത്തിൽ കുരുത്തോലയൊക്കെ റെഡിയാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സംവിധാനമാണ്. എന്തൊക്കെയാണോ ഒരു ഓണത്തിന് ഒരുക്കങ്ങളൊക്കെ വേണ്ടത് അതെല്ലാം റെഡിയാക്കി നിൽക്കുകയാണ്. ചേട്ടാ, സാധനം വാങ്ങാൻ വന്നതാണോ രാവിലെ? രാവിലെ സാധനം വാങ്ങാൻ എത്തിയതാണോ? അതെ അതെ, എന്തൊക്കെ വാങ്ങി, ഇനി എന്തൊക്കെ വാങ്ങാനുണ്ട്? മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. രാവിലെ തിരക്ക് കൂടുന്നതിന് മുമ്പേ ഇറങ്ങിയല്ലേ? അതെ, ശരി. അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു തിരക്കിലേക്ക് അമർന്നേ ഉള്ളൂ. ചേച്ചി, രാവിലെ ഒരു പുതിയക്കായിട്ട് നിൽക്കുകയാണ്. എന്താണ്? വന്നേ ഉള്ളൂ. വിൽപ്പന ചെറുതായിട്ട് തുടങ്ങി. ഏത് സമയത്തായിരിക്കും തിരക്കൊക്കെ കൂടുക? ഉച്ചയാകുമ്പോ തിരക്കുണ്ട്. പിന്നെ സന്ധ്യ ആകുമ്പോ നല്ല തിരക്കാ. ഹാപ്പി ഓണം. തൊട്ടടുത്ത് തന്നെ പൂക്കളും സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തപ്പൂക്കളത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും, എല്ലാ പൂക്കളും അത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തു നിന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന പൂക്കളുണ്ട്. അങ്ങനെ അതിന്റെയൊക്കെ ഒരു വല്ലാത്തൊരു കാഴ്ച, വർണ്ണാഭമായ കാഴ്ചയും നമുക്ക് തൃപ്പൂണിത്തുറയിൽ കാണാം. കച്ചവടക്കാരെത്തിയിട്ടുണ്ട്. അവർ രാവിലെ തന്നെ ഇവിടെയൊക്കെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി അവർ ആളുകളെ കാത്തിരിക്കുകയാണ്. ഇനി ആളുകൾ വരിക, സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. രാവിലെ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വലിയൊരു തിരക്കിലേക്ക് അമരുക ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഉച്ചയോട് കൂടിയൊക്കെ ആയിരിക്കും. ഈ അത്തപ്പൂക്കളത്തിന് ഈ പൂക്കൾ വാങ്ങുക, അതോടൊപ്പം സദ്യവട്ടങ്ങൾക്കുള്ള സംവിധാനങ്ങൾ വാങ്ങുക, വസ്ത്രങ്ങൾ എടുക്കുക, അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ ഈ ആഘോഷം അത് വല്ലാത്തൊരു അനുഭവമാക്കി മാറ്റുന്നതിന്, ആഘോഷം അതിന്റെ പാരമ്യതയിലേക്ക് എത്തിക്കുന്നതിന് എന്തൊക്കെ വേണമോ അതിനൊന്നും ഒരു കുറവുമില്ലാത്ത വിധത്തിൽ എല്ലാം വാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ്. ചേട്ടാ, പൂക്കൾ എല്ലാ ഐറ്റം ഉണ്ടോ? എല്ലാ ഐറ്റം എല്ലാ ഐറ്റം. കോയമ്പത്തൂർ. അതെ. പറയട്ടെ. പൂക്കള് വരുന്നത് ബാംഗ്ലൂര്, ഒസൂര്, പിന്നെ ധർമ്മപുരി, അങ്ങനെ പല ദിക്കുന്നും വരുന്നുണ്ട്. ഇവിടെ ഓറഞ്ച് മന്തി, മഞ്ഞമന്തി, വൈറ്റ്, റോസ്, വാടാമല്ലി, പിന്നെ പല വെറൈറ്റി കളേഴ്സും ഉണ്ട്. പൂക്കളുടെ വിലയൊക്കെ എങ്ങനെയാ? വില എല്ലാ ഐറ്റം എടുക്കും, മിക്സ് ചെയ്തിട്ട് 1 കിലോയ്ക്ക് 400 രൂപ. ഓരോന്ന് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ വേറെ ഓരോന്ന് സെപ്പറേറ്റ് റേറ്റ് വരും. പൊതുവിൽ എങ്ങനെ വില കൂടുതലാണോ കുറവാണോ? അങ്ങനെയുണ്ട്? ഒരു നോർമലി വിലയുള്ളൂ. അത്ര വില കൂടുതലല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത തരത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഓണം ആഘോഷിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല? ഇല്ല, തീർച്ചയായിട്ടും നല്ല രീതിക്ക് വാങ്ങിക്കാം. ന്യായമായി സാധനങ്ങളൊക്കെ വാങ്ങി, പൂക്കളൊക്കെ വാങ്ങി പൂക്കളം ഒരുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു അത്തപ്പൂക്കളത്തിനുള്ള കിറ്റായിട്ട് എല്ലാം ഒന്നിച്ച് കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഇനി അതെല്ലാം ഓരോ പൂക്കൾ മാത്രമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും. രാവിലെ ആളുകൾ വന്ന് അങ്ങനെ ആവശ്യാനുസരണം പൂവൊക്കെ കെട്ടിവെക്കുന്നുണ്ട്. എന്തായാലും ഓണവിശേഷങ്ങളിലേക്ക്, ഉത്രാടദിന വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് തിരിച്ചെത്താം. കൂടുതൽ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം.